ജാമ്യ സെൻട്രൽ ജയിലിലാണ് ഇപ്പൊ കിടക്കുന്നത്. അനീഷ് വ്ലോഗിനൊക്കെ ആരാണോ ഇൻഫർമേഷൻ കൊടുത്തത്. ജാമ്യം കിട്ടിയിട്ട് പോണ വഴിയാണ്. ഇവിടെ റൂമിൽ കയറിയിട്ട് ഒന്ന് കുളിക്കണം, ഒന്ന് പല്ലേക്കാണ്ട്, പല്ലേച്ചില്ല, പിന്നെ പറ്റുമെങ്കിൽ ഒന്ന് തൂറണം. അനീഷേ തൂറിയിട്ടൊക്കെ പോകുള്ളൂട്ടാ. എടാ എനക്കൊക്കെ എന്തിന്റെ കേടാടാ, വല്ലവരും എറിഞ്ഞു തരണം അപ്പക്കഷ്ണം തിന്നിട്ട് ഊളത്തരം പറഞ്ഞിരിക്കാൻ. എനിക്കത് വേറെ പണിയില്ലേത് ചോദിക്കാനുള്ളത്. ജാമ്യം കിട്ടാത്ത ഒരു കേസിലല്ല പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്, ജാമ്യം കിട്ടിയിട്ടുണ്ട്, അതും സ്റ്റേഷൻ ജാമ്യം. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും ഇതിനോടകം തന്നെ അറിഞ്ഞിട്ടുണ്ടാവും, നമ്മളൊരു യൂട്യൂബർ ആയിട്ടുള്ള സന്ദീപ് ഇടപ്പാൾ, അതായത് ചാനലിന്റെ പേര് റയർ റിലീസ് എന്നാണ്. അതിൽ ആ ഒരു സഹോദരനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സന്ദീപിന്റെ വീട് മലപ്പുറത്താണ്. പോലീസ് അവിടെ ചെന്നാണ് അറസ്റ്റ് ചെയ്തത്. ആരാണ് ഈ സന്ദീപിനെതിരെ പരാതി കൊടുത്തതെന്ന് അറിയണ്ടേ? വേറെ ആരുമല്ല, നമ്മുടെ ബിഷപ്പ്, അതായത് നമ്മുടെ ബിഷപ്പ് നോബിൾ ഫിലിപ്പ് സന്ദീപിനെതിരെ പരാതി കൊടുത്തു. അതിന്റെ പേരിൽ പോലീസ്, അതായത് നമ്മുടെ തൃക്കൊടിത്താനത്തുള്ള പോലീസുകാർ അങ്ങ് മലപ്പുറത്ത് സന്ദീപിന്റെ വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പൊ ഈ ഒരു അറസ്റ്റും ഈ പരാതിയൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും, സന്ദീപ് എന്തോ വലിയ കുറ്റം ചെയ്ത പോലെയാണ് മലപ്പുറത്ത് എന്ന് പോലീസ് ഇങ്ങ് പിടിച്ചുകൊണ്ട് വന്നത്. കാരണം എന്താണെന്ന് അറിയണ്ടേ? സന്ദീപിന്റെ ചാനലില് പുള്ളിക്കാരൻ ഏതൊക്കെയോ സാങ്കല്പിക കഥകളെ കുറിച്ച് പറഞ്ഞു. അത് കേട്ടപ്പോൾ നമ്മുടെ ബിഷപ്പിന് അദ്ദേഹത്തെക്കുറിച്ച് എന്തോ കുത്തി പറയുന്ന പോലെ തോന്നിയത്രേ. അതായത് സമൂഹത്തിൽ വിലയും നിലയുള്ള ഒരു പുരോഹിതനല്ലേ ബിഷപ്പ്, അദ്ദേഹത്തിന് സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്താൻ ശ്രമിച്ചു, അദ്ദേഹത്തിന് എന്തൊക്കെയോ ഇല്ലാ കഥകൾ പുറത്തു വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് സന്ദീപിനെതിരെ പരാതി കൊടുത്തത്. എന്തായാലും നമ്മുടെ കേരള പോലീസ് ഇത് ഭയങ്കര ഒരു വലിയൊരു സംഭവമായി എടുത്ത് ഈ പറയുന്ന സന്ദീപിനെ അങ്ങ് മലപ്പുറത്ത് പോയി അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്നു. ഇന്നലെ രാത്രിയോടുകൂടി തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നറിയണ്ടേ? നമ്മുടെ രേണുസുധിയുടെ സ്വന്തം അച്ഛനായിട്ടുള്ള തങ്കച്ചൻ, പിന്നെ രേണുവിന്റെ സഹോദരി, അതുപോലെ ബിഷപ്പ്. പിന്നെ രേണു ഒക്കെ ഭയങ്കര ഹാപ്പിയാണ്, കാരണം രേണുവിനെതിരെയൊക്കെ ഒരുപാട് വീഡിയോസ് സന്ദീപ് ചെയ്തിട്ടുള്ളതല്ലേ. അപ്പോൾ രേണു ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള സ്റ്റോറികൾ ഇടുന്നു, ഭയങ്കര ഹാപ്പി കേട്ടോ. എന്നിട്ട് ഇന്നലെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് സന്ദീപിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു, നാളെ കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം സെൻട്രൽ ജയിലിൽ കൊണ്ട് അടയ്ക്കുമെന്നൊക്കെയാണ് നമ്മൾ കേട്ടത്. അപ്പൊ നമുക്കൊക്കെ ഒരു അതിശയായിപ്പോയി. നമ്മളൊക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സന്ദീപിന്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് എടുത്ത് നോക്കുമ്പോഴാണെങ്കിൽ പോലും പുള്ളി അതിലൊരു മോശമായിട്ടുള്ള ഒരു വാക്ക് പറഞ്ഞായിട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല. പുള്ളി ഏതോ സാങ്കല്പിക കഥകളൊക്കെ പറഞ്ഞു, അതൊക്കെ ആർക്കോ എവിടെയൊക്കെയോ കൊണ്ടു. അങ്ങനെ സന്ദീപിനെതിരായിട്ട് പരാതി കൊടുത്തു. എന്തായാലും ഒരു സന്തോഷ വാർത്ത, സന്ദീപിന് ഇന്ന് രാവിലെ തന്നെ ജാമ്യം കിട്ടി. അദ്ദേഹം ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് വേറൊന്നുമല്ല, പുള്ളി ജാമ്യം കിട്ടി ഇറങ്ങി. കൂടുതൽ വിശദ വിവരങ്ങൾ പുള്ളി വീട്ടിലെത്തിയാൽ ഒട്ടൻ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷെഫീന ഇത്തയും ഉണ്ടായിരുന്നു കേട്ടോ. സന്ദീപിനെ പോയി കാണുകയും ഷെഫീന ഇത്തയുടെ കൂടെ ഇരുന്നിട്ട് ഒരു വീഡിയോസ് ഒക്കെ ലൈവില് സന്ദീപ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും വളരെ അധികം സന്തോഷം, കാരണം നമ്മളെല്ലാവരും ഇതുപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ. അപ്പം നമുക്ക് ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, അല്ലാതെ കുറേ അധികം ആൾക്കാർ വേറൊരു രീതിയിൽ, അല്ലെ കുറച്ചധികം ആൾക്കാർ വേറൊരു രീതിയിൽ, അങ്ങനെ അങ്ങും ഇങ്ങും എന്താ പറയുക പാര വെക്കുന്ന കുറേയധികം യൂട്യൂബേഴ്സ് ഉണ്ട് നമ്മുടെ ഈ ഒരു മേഖലയിൽ. എന്തായാലും കഷ്ടം തന്നെ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ ഈ സന്ദീപ് എന്തോ വലിയ തെറ്റ് ചെയ്തതായിട്ടൊന്നും എനിക്ക് തോന്നില്ല. അതിലും എത്രയോ മോശമായിട്ട് ബിഷപ്പിനെ കുറിച്ച് സംസാരിച്ചവര്, രേണുസുധിയെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട്. അവർക്കെതിരെ ഒന്നും എടുക്കാത്ത പരാതിയും അന്വേഷണമൊക്കെ ഈ സന്ദീപിനെതിരെ കൊടുത്തു. എന്തായാലും കഷ്ടം തന്നെ. ഇന്നലെ സന്ദീപിനെ അറസ്റ്റ് ചെയ്ത് അങ്ങ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നപ്പോൾ എന്തായിരുന്നു അവിടെയുള്ളൊരു ആഘോഷങ്ങള്. നമ്മുടെ രേണുവിൻ്റെ അച്ഛൻ, സഹോദരി, ബിഷപ്പ് എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ ഇന്ന് തന്നെ ആ സന്ദീപിനെ അങ്ങ് തൂക്കിക്കൊല്ലുമെന്ന്. കാരണം അമ്മാതിരി ഒരു സന്തോഷ പ്രകടനങ്ങളായിരുന്നു. പിന്നെ ചില ആൾക്കാർ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, സന്ദീപിനെ അറസ്റ്റ് ചെയ്തു, നാളെ റിമാൻഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും വളരെ സന്തോഷം. പുള്ളി ഇന്ന് രാവിലെ തന്നെ റിലീസ് ചെയ്തു, പുള്ളിക്ക് ജാമ്യമൊക്കെ കിട്ടി. എന്തായാലും ഇതിൽ എന്തൊക്കെയോ ഒരു കഥകളുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ബിഷപ്പ് എന്തിനാണ് സന്ദീപ് ഏതോ ഒരു സാങ്കല്പിക കഥ പറഞ്ഞതിന് ഇങ്ങനെ അങ്ങ് ഭയന്നത്? ഇനിയും വേറെയും യൂട്യൂബേഴ്സിനെതിരെ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണങ്ങളും നടപടിയൊക്കെ ഉണ്ടാവുമെന്നാണ് നമ്മുടെ ബിഷപ്പ് പറയുന്നത്. എന്തായാലും സത്യം ജയിക്കട്ടെ. അതോടൊപ്പം തെറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ശിക്ഷിക്കപ്പെടും, അതിലൊരു സംശയമില്ല. പക്ഷേ ഇമാതിരി ഒരു ചീള് കേസ് അല്ലെ, ബിഷപ്പിനെ അധിക്ഷേപിച്ചു, അദ്ദേഹം ഒരു പുരോഹിതനല്ലേ, ഒരു പുരോഹിതന് ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ അദ്ദേഹം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. എന്തായാലും സന്തോഷം, സന്ദീപിന്
ജാമ്യം കിട്ടി എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഫുള്ള് സപ്പോർട്ട് സന്ദീപിനാണ്. എന്തായാലും ഈ ഒരു അവസരത്തിൽ പറയാൻ പാടുണ്ടോ എന്നറിയില്ല. നമ്മളൊക്കെ രേണു സുധിക്ക് ക്യാൻസർ ആണ് എന്നറിഞ്ഞതിന് ശേഷം അവരുടെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഒരുപാട് ചെയ്യാനൊന്നും പോയിട്ടില്ല. പിന്നെ ഏതോ ഒരു ബില്ലിന്റെയൊക്കെ പ്രശ്നം പറഞ്ഞു. അതായത് അവരെ ഏതോ 1 ലക്ഷം രൂപയുടെ ഒരു മരുന്നിന്റെ ബില്ല് കാണിച്ചു, അതിലെന്തൊക്കെയോ ക്രമക്കേടുണ്ടെന്നൊക്കെ പറഞ്ഞു ആരൊക്കെയോ അതിന്റെ പുറകെ പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒന്നും ആവശ്യമില്ല. അവർക്ക് ഓൾറെഡി നമുക്കറിയാം അവർക്ക് ഇപ്പൊ ക്യാൻസർ ആണ്, അവരതിന്റെ ചികിത്സയിലാണ്. രേണുസുതിക്കാണെങ്കിൽ പോലും അതിൻ്റെതായിട്ടുള്ള ഒരു ബോധമൊന്നുമില്ല. അവർക്ക് ഇപ്പം അവർ ഈ ഒരു അസുഖത്തിലാണെങ്കിലും അവർക്ക് കുറച്ചൊരു ഉണർവ് കിട്ടുമ്പോൾ അവർ സോഷ്യൽ മീഡിയയിൽ വരും, എന്തെങ്കിലുമൊക്കെ പറയും. അപ്പം എന്തായാലും ഇനി കൂടുതലൊന്നും പറയാനില്ല. സന്ദീപിനെ ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്നു. നമുക്ക് ഉടൻ തന്നെ സന്ദീപിന് പറയാനുള്ള കാര്യങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പുള്ളി പുറത്തു വിടുന്നതാണ്. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നു? പുരോഹിതനായ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നു, അതോ യൂട്യൂബറായിട്ടുള്ള സന്ദീപിനെ സപ്പോർട്ട് ചെയ്യുന്നു? അഭിപ്രായം എന്തായാലും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരു മറുപടി ആയിട്ടാണ് ഇപ്പൊ ഇയാളെ അറസ്റ്റ് ചെയ്തതും. അതിനെപ്പറ്റി നിയമപാലകർ ശക്തമായ രീതിയിൽ നടപടിയെടുത്തിട്ടാണ് അവരെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത്. ഈ ഒരാൾ മാത്രമല്ല, ഈ ഷെഫീൻ പല ആൾക്കാരും വീഡിയോ ചെയ്യുന്നുണ്ട് വളരെ മോശമായ രീതിയിൽ. അവരുടെ എല്ലാം പേരിലുള്ള പരാതികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവരെല്ലാം സൈബർ ഡിപ്പാർട്ട്മെന്റ് നിരീക്ഷണത്തിലാണെന്നാണ് SHO എന്നോട് ബഹുമാനപ്പെട്ട സാറിനോട് പറയാനിടയായത്. ഏറ്റവും കൂടുതൽ രേണുവിനാണെന്ന് തിരുമേനിക്കെതിരെ അഗേൻസ്റ്റ് ഒരുപാട് വീഡിയോ ചെയ്ത് ഷെഫീന എന്ന് പറയുന്നൊരു സ്ത്രീയാണ്. അപ്പൊ അവർക്കെതിരെ എന്താണ് നടപടി ഉടനെ ഉണ്ടാകും? തീർച്ചയായിട്ടും നിയമം അതിന്റെ വഴി കൂടെ തന്നെ ഞാൻ അതിന്റെ കാര്യങ്ങൾ എന്റെ അഡ്വക്കേറ്റ്സുമായിട്ട് പല കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിനുള്ള കാര്യങ്ങൾ നീക്കുന്നുണ്ട്, പല കാര്യങ്ങൾ നീക്കുന്നുണ്ട്. അത് എവിടെ വരെ എന്താണെന്നുള്ളത് ഇപ്പോൾ പുറത്ത് പറയാൻ റിവീൽ ചെയ്യാൻ ഒക്കാത്ത ചില കാര്യങ്ങളുണ്ട്. പറയേണ്ട സമയത്ത് തീർച്ചയായിട്ടും അത് ഞാൻ ഇതുപോലെ പറയേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും ഞാൻ പൊതുസമൂഹത്തോട് തീർച്ചയായിട്ടും ഞാൻ പറയും. എനിക്ക് ജീവിക്കണം ഈ രാജ്യത്ത്. ജീവിക്കാൻ തടസ്സമായി നിൽക്കുന്ന ഇതുപോലുള്ള എന്നെ മുന്നോട്ട് എനിക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ എന്റെ സ്ഥാനത്ത് വേറൊരാളിനെ അവർ ജീവിതം ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിലുള്ള വളരെ മോശമായ കാര്യങ്ങൾ എന്നെപ്പറ്റി പ്രചരിപ്പിക്കുന്നുണ്ട്. അതാണ് എനിക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന ദുഃഖം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴേ ഈ മലപ്പുറം ജില്ലക്കാരനായിട്ടുള്ള ഈ യൂട്യൂബറെ ഇവിടെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഇവിടെ ലോക്കപ്പിലാണ് അദ്ദേഹം ഉള്ളത്.